الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله فرسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാൻ റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരാവണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ച അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് ഖുതുബകൾക്ക് മുമ്പേ നാം സൂചിപ്പിച്ച ഒരു വിഷയമായിരുന്നു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലുടനീളം നിയലിച്ച് നിൽക്കേണ്ട, അയാളുടെ പ്രവൃത്തിയിലുടനീളം പ്രത്യക്ഷമായി തന്നെ കാണേണ്ട ഒന്നാണ് പ്രവാചക സ്നേഹം എന്നുള്ളത്. അതിൻ്റെ പല വഴികളും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഹദീസുകളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നാം മനസ്സിലാക്കുകയുണ്ടായി. അപ്രകാരം തന്നെ ഒരു വിശ്വാസിയിൽ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി തന്നെ
അനിവാര്യമായും വിശ്വാസികളിൽ ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും പല സന്ദർഭങ്ങളിലും സ്വലാത്ത് നിർവഹിക്കുന്നവരാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വലാത്ത്, എപ്പോഴൊക്കെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്, സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാം, ഇതൊക്കെ അടിസ്ഥാനപരമായി അനിവാര്യമായും ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വലാത്ത് എന്നുള്ള വാക്കിനർത്ഥം അനുഗ്രഹം, അതുപോലെ തന്നെ പ്രാർത്ഥന, പ്രശംസ, ആശീർവാദം എന്നൊക്കെയാണ് സ്വലാത്ത് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ളവർക്ക് ചൊല്ലാം, ഇഷ്ടമില്ലാത്തവർക്ക് ചൊല്ലാതിരിക്കാം എന്നുള്ള ഒരു കർമ്മമല്ല സ്വലാത്ത്. ഓരോ വിശ്വാസിയും നിർബന്ധമായും, അയാൾ വിശ്വാസിയാണോ മുസ്ലിമാണോ, നിർബന്ധമായും ചൊല്ലിയിരിക്കേണ്ട ഒരു കർമ്മമാണ്, നിർബന്ധമായും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കർമ്മമാണ് സ്വലാത്ത്. ഞാൻ ആദ്യം ഓതി വെച്ച 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു വിശ്വാസികളോട് പറയുന്നത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അവൻ്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും, വിശ്വാസികളോടുള്ള കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. വിശ്വാസികളെ, നിങ്ങളും ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്തും സലാമും നിർവഹിക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പന ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. കുറച്ച് വിഭാഗം ആളുകൾ ചെയ്യുക, കുറച്ചാൾക്കാർ ചെയ്യാതിരിക്കുക, ഇത് പാടില്ല. അവർ മുസ്ലിം ആവുകയില്ല എന്നുള്ളതാണ്. സ്വലാത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിം അല്ല എന്നുള്ളതാണ്. മുസ്ലിമാണോ വിശ്വാസിയാണോ അയാളിൽ സ്വലാത്ത് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ 2 ഭാഗങ്ങളാണ് ഈ ആയത്തിനുള്ളത്. ഒന്ന്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അവൻ്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മളിൽ പലരും സ്വലാത്ത് ചൊല്ലുക, സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രവാചകന് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. എന്നാൽ അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇരുന്നിട്ട് ഇങ്ങനെ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്നാണോ? അല്ല. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, അതിന് നേരത്തെ നമ്മൾ ചില അർത്ഥങ്ങൾ പറഞ്ഞു. അനുഗ്രഹം ചെയ്യുക, പ്രാർത്ഥിക്കുക, പ്രശംസിക്കുക, ആശീർവദിക്കുക, പല അർത്ഥത്തിലും സ്വലാത്ത് ഉപയോഗിക്കും. അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആ സ്വലാത്ത് എന്നുള്ള പദം കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശംസകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പറ്റി പറയുന്നുണ്ട്. ഒരുപാട് ആശീർവാദങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകന് ഒരുപാട് അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങളൊക്കെ അള്ളാഹു നൽകുന്നുണ്ട്. എന്നാൽ മലക്കുകളെ പറ്റി പറയുമ്പോഴോ ആ ആശീർവാദത്തിനും അനുഗ്രഹത്തിനും വേണ്ടി അള്ളാഹുവിനോട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലു, നിങ്ങളും എന്ത് വേണം? ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള പ്രശംസക്കും ആശീർവാദത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അതിൻ്റെ 2ാമത്തെ ഭാഗം. അത് നമ്മളോട് അനിവാര്യമായും നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നത്. അപ്പം നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നതിൻ്റെ അർത്ഥം, അള്ളാഹുവേ, മുഹമ്മദ് നബിക്ക്
നീ അനുഗ്രഹം ചൊരിയണേ, നീ ഗുണം ചെയ്തു കൊടുക്കണേ, അദ്ദേഹത്തെ നീ നിന്റെ മലക്കുകൾക്കിടയിൽ പ്രശംസിക്കണേ, നീ ആശീർവദിക്കണേ എന്നൊക്കെ അതിൻ്റെ അർത്ഥം വരാം. ആ രൂപത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. എങ്ങനെയാണ് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? വഹിയിലൂടെ വന്ന ഏകദേശം സഹീഹായി തന്നെ 7ഓളം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ പല രൂപത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഈ ഒരു സ്വലാത്ത് പ്രവാചകന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലാറുണ്ട്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇതേ രൂപത്തിൽ 7ഓളം രൂപത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചിലതിൽ ഇന്നക ഹമീദും മജീദ് ഉണ്ട്, ചിലതിൽ ഇന്നക ഹമീദും മജീദ് ഇല്ല, ചിലതിൽ 1 തവണയുണ്ട്, ചിലതിൽ 2 തവണയുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസത്തോടുകൂടെ സ്വഹീഹായി തന്നെ 7ഓളം രൂപങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏത് രൂപങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്, നമുക്കതൊക്കെ ചൊല്ലാവുന്നതുമാണ്, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഈ 7 ഹദീസിലും നമ്മൾ കാണാത്ത ഒന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നുള്ളത് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പലപ്പോഴും പ്രത്യേകിച്ച് നമസ്കാരത്തിലൊക്കെ നമ്മളത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. അല്ലാഹുമ്മ സ്വല്ലി എന്ന്, അതിന് എന്താ നബി നമ്മളെ സയ്യിദല്ലേ? നബി നമ്മുടെ നേതാവല്ലേ? ആണ്. അന സയ്യിദു വലദി ആദം, ഞാൻ ആദമിന്റെ മക്കളുടെ മുഴുവൻ സന്തതികളുടെയും മനുഷ്യരുടെ മുഴുവൻ നേതാവാണ് ഞാൻ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് സയ്യിദിനെ ചൊല്ലിയായി എന്ന ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. അല്ലാഹു അക്ബർ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തക്ബീറത്തുൽ ഇഹ്റാമിൽ പറഞ്ഞത്. നമ്മൾ അള്ളാഹു എന്നതിന് പകരം അർ-റഹ്മാൻ അക്ബർ എന്നൊരാൾ പറഞ്ഞു. റഹ്മാൻ അള്ളാഹിന്റെ പേരല്ലേ, കാരുണ്യവാൻ എന്നല്ലേ അർത്ഥം? ശരിയാണ്, അത് പറയാൻ പറ്റുമോ? പാടില്ല, അത് തെറ്റാ. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് പോയിട്ടുള്ളത്, സുജൂദിലേക്ക് പോയിട്ടുള്ളത്. നമ്മളും അപ്രകാരം തന്നെയാ. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നും പ്രശസ്തമായ ഒരു ഹദീസ് ഉണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന. അതിന്റെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, വബിനബിയിക്കല്ലദീ അർസൽത. അങ്ങനെ അത് അവസാനിപ്പിക്കുന്നത്. സഹാബത്ത് അത് ചൊല്ലി. ആ സമയത്ത് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും അത് പഠിച്ചിട്ട് നബിക്ക് ചൊല്ലിക്കൊടുത്തു. ഞാൻ ചൊല്ലിയത് ആ പ്രാർത്ഥന മുഴുവൻ ചൊല്ലി അതിന്റെ അവസാനം വബി നബിയിക്കല്ലദീ അർസൽത എന്ന, അവിടെ ഞാൻ ചൊല്ലിക്കൊടുത്തത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന. റസൂൽ എന്നത് നബിയേക്കാൾ ഒരു പടി മുന്നിലുള്ള പദപ്രയോഗമാണ്, ഒരു പടി മുൻപന്തിയിലുള്ള ഒരു പദപ്രയോഗം. അതാണ് ഞാൻ നബിയെ പറ്റി പറഞ്ഞത്, നബിയിക്കല്ലദീ അർസൽത എന്നുള്ളത് വബി റസൂലിക്കല്ലദീ അർസൽത. റസൂലുള്ള തിരുത്തി കൊടുത്തു. ഇങ്ങനെയല്ലല്ലോ ഞാൻ പഠിപ്പിച്ചെന്നത്, ഇങ്ങനെയല്ലല്ലോ എനിക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടുള്ളത്. വബി റസൂലിക്കല്ലദീ എന്നത് താങ്കൾ ഉപേക്ഷിക്കണം, എന്നിട്ട് അവിടെ ചേർക്കേണ്ടത് വബി നബിയിക്കല്ലദീ എന്നാണ്. എന്തേ തെറ്റ്? നല്ല പദപ്രയോഗമൊക്കെയാണ്, പക്ഷേ വഹി വന്നത് അങ്ങനെയല്ല. ഇവിടെ നമ്മളും ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമ്മളൊന്ന് കൂട്ടിച്ചേർത്തിട്ട് അത് ഇങ്ങനെ ഉണ്ടല്ലോ, ഇന്ന ഹദീസിൽ വേറെ രൂപത്തിലുണ്ടല്ലോ, അങ്ങനെ നബി നമ്മുടെ നേതാവല്ലേ, അങ്ങനെ നേതാവാണെങ്കിൽ നമുക്കെന്താ അങ്ങനെ പറഞ്ഞാൽ? ഇല്ല, ഇത് വഹിയാണ്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അപ്രകാരം ചൊല്ലുമ്പോഴാണ് അത് ശ്രേഷ്ഠമായ സ്വലാത്തായി മാറുന്നത്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രതിഫലങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പം സയ്യിദിനെ ചൊല്ലി ശീലിച്ച ചില ആളുകളൊക്കെ ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നമസ്കാരം പോലെയുള്ള പ്രത്യേകിച്ചും അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ അത് മാറി അത്തരം ആ ഒരു സ്വലാത്തിൽ സയ്യിദിനെ കൂടി ചേരുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക, അത് ചൊല്ലാതിരിക്കുക. എന്നാലോ മറ്റുള്ള സന്ദർഭങ്ങളിൽ റസൂലുള്ള സയ്യിദാണെന്ന് പറയുന്നത് തെറ്റാണോ? അല്ല, റസൂലുള്ള സയ്യിദ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ആ സ്വലാത്തിന്റെ സന്ദർഭത്തിലുള്ള കാര്യമാണ് സൂചിപ്പിച്ചത് എന്ന് സഹോദരങ്ങൾ മനസ്സിലാക്കുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന് ആയത്തിലുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ ഹദീസിലും നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗ്നി ഹൈസു കുൻതും. നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം, നിങ്ങൾ എവിടെയായിരുന്നാലും ആ സ്വലാത്ത് എനിക്ക് എത്തിക്കപ്പെടും. നബിക്ക് കിട്ടും, നബിക്ക് കാണിക്കപ്പെടും. മഅറൂദത്തുൻ അലിയ എന്നൊക്കെ മറ്റ് ഹദീസുകളിൽ കാണാം. എനിക്ക് അത് പ്രദർശിപ്പിക്കപ്പെടും. അതിന് ചില മലക്കുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ മറ്റു ചില ഹദീസുകളിലും കാണാം. അപ്പൊ നമ്മളിപ്പോ സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിക്കപ്പെടും, നബിക്ക് അത് കാണിക്കപ്പെടും. അതിനുള്ള സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം തന്നെ അതിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്. മറ്റു കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് ചൊല്ലിയാൽ അവർക്കുള്ള ശ്രേഷ്ഠതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റ. ഒരാൾ ഒരു തവണ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് അയാൾക്ക് അള്ളാഹു ചെയ്തു കൊടുക്കും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 10 നന്മകൾ തരും, 10 ഗുണങ്ങൾ വിശ്വാസികൾക്ക് നൽകും. ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിക്ക് നൽകുമെന്നാണ്, 10 അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചില്ലറ കാര്യമല്ല, ഒരു ചെറിയ അമലല്ല, വലിയ ശ്രേഷ്ഠതയുള്ള അമലാണ് സ്വലാത്ത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലൈക മിൻ ഉമ്മതിക സ്വലാത്തൻ കതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്തിൻ. അല്ലാഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മഹാനായ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, റസൂലുള്ളാഹി പറഞ്ഞു, ഒരിക്കൽ എൻ്റെ സമീപത്ത് ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ സമീപത്ത് നിന്നുള്ള ഒരു മലക്ക് എൻ്റെ സമീപത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രവാചകരെ, മൻ സല്ല അലൈക മിൻ ഉമ്മതിക സ്വലാത്തൻ, താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ താങ്കളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്തിൻ, അയാൾക്ക് 10 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. ഒരു സ്വലാത്ത് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലിയാൽ 10 നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് ആ മലക്ക് വന്നിട്ട് പറഞ്ഞു. രണ്ടാമത് മലക്ക് പറഞ്ഞു, വമഹാ അൻഹു 10 സയ്യിആത്തിൻ, അയാളുടെ 10 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. നോക്കൂ, ഒറ്റ സ്വലാത്ത് കൊണ്ട് 10 നന്മകൾ നമുക്ക് രേഖപ്പെടുത്തുന്നു. ആ സ്വലാത്ത് കൊണ്ട് തന്നെ 10 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയുന്നു. മാത്രമല്ല, വറഫഅ ലഹു 10 ദറജാത്തിൻ, അയാൾക്ക് 10 പദവികൾ അള്ളാഹുവിന്റെ സമീപത്ത് ഉയർത്തപ്പെടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്തൻ. പ്രവാചക സ്നേഹികളാണ് നമ്മൾ. അങ്ങനെ പ്രവാചകനെയോട് ഇഷ്ടം വെച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ആ പ്രവാചകനെ ഒരു നോക്ക് കാണാൻ ഖിയാമത്ത് നാളിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ വിശ്വാസികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്ന ഒരു സന്തോഷ വാർത്ത, ഔലൻ നാസി ബി യൗമിൽ ഖിയാമ, ഞാനുമായി ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്തിരിക്കുന്നവർ, അടുത്തു നിൽക്കുന്നവർ, അക്സറുഹും അലയ്യ സ്വലാത്തൻ, എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ശ്രേഷ്ഠതകളാണ് ഈ ഹദീസുകളിലൂടെയൊക്കെ ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി സ്വലാത്ത് ചൊല്ലേണ്ട ചില ഇടങ്ങൾ, എപ്പോഴും നമുക്ക് സ്വലാത്ത് ചൊല്ലാം, എന്നാൽ പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഏതാണ്? നബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ചുരുങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെയെങ്കിലും, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തന്നെയെങ്കിലും, ആ രൂപത്തിൽ തന്നെയെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നവരായി നമ്മൾ മാറണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്,
നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്കറിയാം വലത് കാലെടുത്തു വെച്ചിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. പലപ്പോഴും നമ്മൾ എന്താണ് ചൊല്ലാറ്? അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ ബിറഹ്മതിക എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സ്വഹീഹായ ഹദീസുകളിൽ കാണാം ബിസ്മില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. നബിന്റെ പേരിൽ സലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് വേണം പള്ളിയിലേക്ക് കയറാൻ. വലതു കാലെടുത്തു വെച്ചിട്ട് ഈ പ്രാർത്ഥന ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഇതേ രൂപത്തിൽ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇടതു കാലെടുത്ത് വെച്ചിട്ട് പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. പലപ്പോഴും നമ്മൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക ഇത് മാത്രമാണ് ചൊല്ലാറ്. അവിടെ ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നുകൂടെ ചേർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ് നമ്മൾ നമസ്കാരത്തിൽ അവസാനത്തെ തശഹുദ് അത്തഹിയ്യാത്ത് ചൊല്ലി അതിനുശേഷം നമ്മൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലാറുണ്ട്. അത് സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട പ്രത്യേകമായ ഒരു ഇടമാണ്. ഇതേ രൂപത്തിൽ തന്നെ പലരും തെറ്റിദ്ധരിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ സുന്നത്ത് നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്ന് ധരിച്ചവരുണ്ട്. 2 റക്അത്തുള്ള സുന്നത്ത് നമസ്കാരത്തിൽ അതേ രൂപത്തിൽ തന്നെ 3 റക്അത്തും 4 റക്അത്തുമുള്ള നമസ്കാരത്തിൽ അവസാനത്തതിൽ നമ്മൾ തശഹുദ് ചൊല്ലും. എന്നാൽ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ആദ്യത്തെ തശഹുദിൽ അഥവാ 2 റക്അത്ത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന അവിടെ നേരെ അത്തഹിയ്യാത്ത് മാത്രം മതി, സ്വലാത്ത് വേണ്ട എന്ന് ധരിച്ചവരുണ്ട്. സ്വലാത്ത് വേണമെന്നില്ല, പക്ഷേ ചൊല്ലാം. അവിടെയും സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. അതാണ് ആ വിഷയമായിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരിടമാണ് മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്നതാണ്. രണ്ടാമത്തത് ആദ്യത്തിൽ തക്ബീറിന് ശേഷം നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യും. രണ്ടാമത്തതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് നമ്മൾക്ക് ഹദീസുകളിലൂടെ സ്വഹീഹായ ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇതേ രൂപത്തിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഇടമാണ് നമ്മുടെ പ്രാർത്ഥനാ വേളകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലൻ യദ്ഉ ഫീ സ്വലാത്തിഹി ഫലം യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് പറയപ്പെട്ടു. അയാൾ സ്വലാത്തും സലാമൊന്നും ചൊല്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇദാ സ്വല്ല അഹ്ദുക്കും ഫൽയബ്ദഅ ബിതഹ്മീദില്ലാഹി വസനാഇ അലൈഹി. നിങ്ങൾ അല്ലാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങണം. അതേ രൂപത്തിൽ തന്നെ സുമ്മ ലിയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നിങ്ങൾ ചൊല്ലേണ്ടത് എന്താണ്? സ്വലാത്താണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ചൊല്ലി ആ ഒരു ഹംദ് പറഞ്ഞ് സനാഅ് പറഞ്ഞതിന് ശേഷം പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതേ രൂപത്തിൽ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ കുല്ലുഹു മഹ്ജൂബുൻ. ഉത്തരം കിട്ടാൻ സാധ്യതയില്ലാത്ത ചില പ്രാർത്ഥനകളുണ്ട്. ഏതാണത്? ഹത്താ യകൂന അവ്വലുഹു സനാഅൻ അലല്ലാഹി അസ്സ വജൽ വസലാത്തൻ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാത്ത, അള്ളാഹുവിനെ പ്രശംസിക്കാത്ത ചില പ്രാർത്ഥനകൾ അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് മറയിടപ്പെടും. സുമ്മ യദ്ഉ ഫയുസ്തജാബു ലിദുആഇഹി. എന്നാൽ ഇതിന് ശേഷം ഈ രൂപത്തിൽ പ്രാർത്ഥന സനാഉം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തും നിർവഹിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ സമീപത്ത് ഉത്തരം നൽകപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്
ബാങ്കിന് ശേഷം പ്രാർത്ഥന എന്നുള്ളത്. ബാങ്കിന് ശേഷം നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. മുഅദ്ദിൻ ബാങ്ക് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ, എന്താണോ മുഅദ്ദിൻ പറയുന്നത് അതേ രൂപത്തിൽ തന്നെ നിങ്ങളും പറയുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുമ്മ സല്ലു അലയ്യ, നിങ്ങൾ എന്തു വേണം? എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ എന്നുള്ള പ്രാർത്ഥന. പക്ഷെ അതിൻ്റെ മുമ്പേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നുള്ള ഈ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമാണ് പ്രാർത്ഥന നിർവഹിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീലുൽ ലദീ മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി, എൻ്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്ത വ്യക്തി, അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ബഖീൽ എന്നാണ്, അയാൾ പിശുക്കനാണ് എന്നാണ്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, റഗിമ അൻഫു റജുലിൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്ത വ്യക്തി അയാൾക്ക് നാശമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ മിമ്പറിലേക്ക് ഖുതുബക്ക് വേണ്ടി കയറുമ്പോൾ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് സ്വഹാബത്ത് ചോദിച്ച്, നബിയെ എന്തേ പ്രാർത്ഥന ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ആമീൻ കേട്ടു, എന്തേ എന്ന് ചോദിച്ചപ്പോൾ അതിലൊന്ന് പറഞ്ഞത് ഇതാണ്, എൻ്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്ത വ്യക്തികൾക്ക് അള്ളാഹുവിന് നാശമുണ്ടാവട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചതാ. എന്നിട്ട് എന്നോട് ആമീൻ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്, നമുക്ക് ഏറ്റവും വലുത് പ്രവാചകനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഇത് പ്രവാചകന്റെ നിർദ്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, പ്രവാചകന് നമ്മുടെ സ്വലാത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആർക്കാണ് അതിൻ്റെ ശ്രേഷ്ഠത? ആർക്കാണ് അതിൻ്റെ പ്രതിഫലം? നമ്മൾക്കാണ്. നമുക്ക് പ്രതിഫലം കരസ്ഥമാക്കാൻ അള്ളാഹു നിർദ്ദേശിച്ച, അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ് നമസ്കാരം പോലെ, മറ്റ് അമലുകൾ പോലെയുള്ള ഒരു അമലായിട്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ് സ്വലാത്ത് എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത രൂപങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ നമ്മൾ ഏതാണോ മനസ്സിലാക്കിയത്, നമുക്കേതാണോ അറിയാവുന്നത്, അത് നമുക്ക് നിർവഹിക്കാവുന്നതാണ് എന്നാണ് ഈ വിഷയമായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ആശയത്തിൽ വ്യത്യാസമുള്ള, പ്രവാചകനെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുന്ന, പ്രവാചകനോട് തന്നെ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വലാത്ത് എന്നുള്ള പേരിൽ, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി നാരിയത്വ സ്വലാത്ത് എന്ന് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ സ്വലാത്തിന് പോകുക എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ സ്വലാത്തിന് പോവാറുണ്ട്. അത് ഏത് സ്വലാത്താണ്? നമ്മൾ ഈ പറഞ്ഞ സ്വഹീഹായിട്ട് വന്ന ഈ 7ഓളം റിപ്പോർട്ടുകളിൽ പഠിപ്പിക്കപ്പെട്ട ഈ ഇബ്രാഹിമിയ സ്വലാത്തല്ല. നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന, മയ്യിത്ത് നമസ്കാരത്തിൽ ചൊല്ലുന്ന, റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ സ്വലാത്തല്ല. പലപ്പോഴും അതൊക്കെ എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ, പ്രവാചകന് കൊടുക്കുന്ന ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ അകറ്റിത്തരുന്നത്, ഞങ്ങളുടെ പ്രതിസന്ധികളൊക്കെ മാറ്റിത്തരുന്നത്, ഞങ്ങളെ കഷ്ടപ്പാടുകളിലൊക്കെ സഹായിക്കുന്നത് അള്ളാഹുവാണ് എന്നല്ല. എന്നൊക്കെ പ്രവാചകന് വേണ്ടിയിട്ട് പ്രവാചകനെ കൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നൽകി പ്രവാചകനെ പ്രശംസിക്കുന്ന, അല്ല ആ അതിര് കവിഞ്ഞ് പ്രശംസിക്കുന്ന രീതിയാണ് അത്തരം സ്വലാത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് പാടില്ലാത്തതാണ്. അത്തരം സ്വലാത്തുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും തീർത്തും ഉറപ്പായി വഹിയിലൂടെ വന്ന, സ്വഹീഹായി വന്ന ഈ ശ്രേഷ്ഠതകളൊക്കെ ലഭിക്കുമെന്നും ഈ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കുമെന്നും ഉറപ്പുള്ള സ്വലാത്തുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ എന്തിനാ നമ്മൾ ആരൊക്കെയോ എഴുതി വെച്ച സ്വലാത്ത് ചെല്ലുന്നത്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള സ്വലാത്ത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കെ
ഈ പുണ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള സ്വലാത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ എന്തിനാണ് അള്ളാഹുവിന്റെ പ്രവാചകന് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത അത്തരം സ്വലാത്തുകളിലേക്ക് നമ്മൾ പോകുന്നതിന്റെ ആവശ്യം എന്താണ്? താജുസ്സലാത്തെന്നും ആലമുസ്സലാത്തെന്നും നാരിയത്ത് സ്വലാത്തെന്നും പല രൂപത്തിലുള്ള സ്വലാത്തുകൾ നാട്ടിലുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ സ്വലാത്തിൽ നിന്ന് വിശ്വാസികളെ വഴിതിരിച്ചു വിടാൻ പിശാച് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ആശയത്തിൽ വ്യത്യാസങ്ങളുള്ള സ്വലാത്തുകളിൽ നിന്ന് മാറി നിൽക്കുകയും വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നിർവഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിശ്ചയിച്ച പ്രതിഫലങ്ങളൊക്കെ കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസമാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീഹി. അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേരത്തെ നമ്മൾ ഒരുപാട് സന്ദർഭങ്ങൾ പറഞ്ഞു. സ്വലാത്ത് നമ്മൾക്ക് ചൊല്ലാൻ നിശ്ചയിക്കപ്പെട്ട ചില സന്ദർഭങ്ങൾ, മറ്റ് സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലാം. സ്വലാത്ത് ചൊല്ലുന്നത് വിരോധിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സന്ദർഭങ്ങളിലും ഒഴിവ് കിട്ടുമ്പോൾ, യാത്രാവേളകളിൽ, വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ നമുക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കാം. പക്ഷേ ഇതൊക്കെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടാണ്. അതിലൊന്നാണ് ഇന്നത്തെ നമ്മുടെ യൗമുൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച, നമ്മളിന്ന് വെള്ളിയാഴ്ചയിലാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയും വെള്ളിയാഴ്ചകളിലും മറ്റ് പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലുന്നത് പോലെ വെള്ളിയാഴ്ചകളിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും അങ്ങനെ ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ആളുകളിൽ ഉൾപ്പെടാനും ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.